ഗോൾഡിൽ ട്രേഡിംഗ് പഠിക്കുന്നവരും പഠിക്കാൻ പോകുന്ന ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം. $1085 പ്രോഫിറ്റ് ബുക്ക് ചെയ്ത ഗോൾഡിൻ്റെ ഒരു കംപ്ലീറ്റ് ട്രേഡ് ബ്രേക്ക് ഡൗൺ ആണ്. സോ ഗോൾഡിൽ നമ്മളൊരു പൊസിഷൻ എൻ്റർ ആയിട്ടുണ്ട്. സെൽ പൊസിഷൻസ് ആണ്. അതിൻ്റെ റീസൺസ് നമുക്ക് നോക്കാം. ഡെയിലി വൈസ് വരുന്ന സമയത്ത് നമുക്ക് ഓൾറെഡി വരാം. ഡെയിലി വൈസ് നമുക്ക് ഇന്നലെ മിനിയാന്നൊക്കെ ആയിട്ട് മാർക്കറ്റ് ഒരു ബോഡി ബ്രേക്ക് ക്യാൻഡിൽ സപ്പോർട്ട് ലെവലിനെ ബ്രേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് വന്നിട്ടുള്ള ഒരു ഫ്രഷ് ലെവലായിരുന്നു ഈ ലെവൽ. ഇത് ഇന്ന് മാർക്കറ്റ് ഏഷ്യൻ മാർക്കറ്റ് ടാപ്പ് ചെയ്തിട്ടുണ്ട്. സോ ആ സമയത്ത് ഒരു സെൽ ഉണ്ടായിരുന്നു, അത് ചെയ്തില്ല. പിന്നെ ലണ്ടൻ മാർക്കറ്റ് ഒരു സെൽ ഉണ്ടായിരുന്നു, അത് ബ്രേക്ക് അടിച്ചു. ഇനി നമുക്കറിയാം മാർക്കറ്റ് താഴെ കുറേ ഇൻഎഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ സ്പേസ് ഉണ്ട് മാർക്കറ്റിന്. ഇത് മാർക്കറ്റ് ഫ്രഷ് ലെവൽ ടാപ്പ് ചെയ്യാനുള്ളതാണ്. അതുപോലെ തന്നെ മാർക്കറ്റ് ഇന്നത്തെ ഒരു ദിവസം എക്സ്പെക്ട് ചെയ്യുന്ന 4481 എന്നുള്ള ഒരു ലോയിലോട്ടാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. സോ അങ്ങനെ വന്ന സമയത്ത് നമുക്കറിയാം ഒരു 15 മിനിറ്റ്സ് ഒക്കെ എടുത്ത് നോക്കുന്ന സമയത്ത് ഓവറോൾ മാർക്കറ്റിന്റെ സ്ട്രക്ചർ, ഒരു പ്രൈസ് ആക്ഷൻ സ്ട്രക്ചർ നോക്കുകയെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുള്ള പോലെ തന്നെ മാർക്കറ്റ് ലോവർ ലോസും ലോവർ ഹൈസും വെച്ചിട്ടാണ് മാർക്കറ്റ് ഫോം ചെയ്യുന്നത്. ഇവിടെ ലോനെ ബ്രേക്ക് ചെയ്തിട്ട് പുതിയ ലോ വന്നിട്ടുണ്ട്, ചെറിയ ലോവർ ഹൈ ഫോം ചെയ്ത് ലോവർ ലോ ഫോം ചെയ്ത് വീണ്ടും ഒരു ഈക്വൽ ഹൈസ് വന്നിട്ടുണ്ട്, വീണ്ടും ലോ വന്നിട്ടുണ്ട്, വീണ്ടും ഈ ഒരു ഏരിയ മാർക്കറ്റ് നമ്മൾ എൻട്രി പുഷ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ഓൾറെഡി ന്യൂയോർക്ക് മാർക്കറ്റിന്റെ സെഷൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഓപ്പൺ ചെയ്ത സമയത്ത് നമുക്ക് വോളി എക്സ്പെക്ട് ചെയ്യാം, കാരണം അടുത്ത ബാങ്കിങ് ടൈം ഒക്കെ ഓപ്പൺ ആവാൻ പോകുന്നതാണ്. ഞാൻ ഈ ഒരു ടൈമിന് വാല്യൂ കൊടുക്കുന്ന ആളാണ്. സോ ന്യൂയോർക്കിൽ ട്രേഡ് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് ഈ ഒരു ടൈമാണ്. സോ ടൈമിൽ വരുന്ന സമയത്ത് നമുക്കറിയാം അവിടെ 5 മിനിറ്റ്സിൽ നമുക്ക് ഈ ഒരു ലെവലിനെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ആ ബ്രേക്ക് ചെയ്ത ഹയർ സപ്ലൈ സോൺ എന്ന് പറയുന്നത് ഈ ഒരു ലെവലാണ്. ഈ ഒരു ലെവലിലാണ് നമ്മൾ ഡിസ്കൗണ്ട് ഏരിയസ് നോക്കുന്നത്. സോ എൻട്രി വരുന്നതും ഈ ഒരു സെയിം സോണിൽ നിന്നാണ്. സോ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്ന ഒരു ടാർഗറ്റഡ് ഏരിയ എന്ന് പറയുന്നത് 1:3 മുകളിലോട്ടാണ്. സോ ട്രേഡ്സ് ഓൾറെഡി ഫ്ലോട്ടിങ് റൺ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു അറൗണ്ട് $100 പ്രോഫിറ്റ് റൺ ചെയ്യുന്നുണ്ട്. സോ നമുക്ക് നോക്കാം അതിൻ്റെ റിസൾട്ട്സ് എന്താണെന്നുള്ളത്. സോ നമുക്കറിയാം മാർക്കറ്റ് താഴോട്ട് വരാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ഏരിയ കംപ്ലീറ്റ്ലി ഇൻഎഫിഷ്യൻറ്റ് മാർക്കറ്റാണ്. ഇതിനൊക്കെ മാർക്കറ്റ് ഒന്ന് ഫില്ല് ചെയ്യേണ്ടതുണ്ട്. സോ നമുക്കൊരു ഡിമാൻഡ് ഏരിയയിൽ കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു സോണും നമുക്ക് ഈ ഒരു പ്രൈസ് ലെവൽസ് നമുക്ക് കൺസിഡർ ചെയ്യാം. മാർക്കറ്റിൽ എന്തെങ്കിലും ഒരു സ്കാൽപ്പോ അല്ലാന്നുണ്ടെങ്കിൽ റിവേഴ്സൽസോ നമുക്ക് സംഭവിക്കാനുള്ള ഒരു ഏരിയ ആയിട്ട്. സോ ഈ ഒരു പ്രൈസ് ലെവൽ വരുന്നത് അറൗണ്ട് 4480 മുതൽ 70 ആ ഒരു റേഞ്ചാണ്. സോ നമുക്ക് നോക്കാം എങ്ങനെയാണ് മാർക്കറ്റ് അത് ബിഹേവ് ചെയ്യുക എന്നുള്ളത്. സോ ഈ ഒരു ട്രേഡ് നമ്മൾ ഈ ഒരു ലോനെ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. സോ നമ്മൾ ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ ഒരു 4490 എന്നുള്ള പ്രൈസ് ലെവലാണ്. സോ ഇപ്പോൾ നമ്മൾ ഇനി ചെയ്യേണ്ടത് ഒരു ട്രേഡിനെ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യില്ല. എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി ഇവിടെ കണ്ട അറൗണ്ട് ഒരു കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു $700 ഫ്ലോട്ടിങ് റൺ ചെയ്യുന്നുണ്ട് പ്രോഫിറ്റ്. അപ്പോൾ ഇനി നമ്മൾ ഇവിടെ നിന്ന് റിസ്ക് മാനേജ്മെന്റ് പ്രോപ്പർ ആക്കിയിട്ട് നമ്മൾ മാനേജ് ചെയ്യേണ്ടത്. ഫസ്റ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഒരു ലോനെ ബ്രേക്ക് ചെയ്തതുകൊണ്ട് ഇനി നമുക്ക് ഈ ഒരു ഹൈ വലിയ വാലിഡിറ്റി ഇല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഹൈ ഇനി മാർക്കറ്റ് എടുക്കുക എന്നുണ്ടെങ്കിൽ മാർക്കറ്റ് നമ്മൾ സ്റ്റോപ്പ് ഔട്ട് ചെയ്യും, സ്റ്റോപ്പ് ലോസ് ചെയ്യും. അപ്പോൾ നമ്മൾ ഇനി ചെയ്യേണ്ടത് പ്രീവിയസ് ആയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഈ ഒരു ഹൈ ഉണ്ടല്ലോ, നമുക്ക് സ്റ്റോപ്പ് ലോസ് കുറച്ച് പ്രോഫിറ്റോട്ട് മൂവ് ചെയ്ത് നോക്കാം. സോ ഇവിടെ നമുക്ക് മോഡിഫൈ ചെയ്യാം പൊസിഷൻസിനെ. സ്റ്റോപ്പ് ലോസ് എടുക്കുന്നു, നമ്മൾ നേരെ പൊസിഷൻസിനെ മൂവ് ചെയ്യുന്നു. സോ ഈ ഒരു ലെവലിലോട്ടാണ് നമ്മൾ പൊസിഷൻസിനെ മൂവ് ചെയ്യാൻ പോകുന്നത്. ഇൻസ്റ്റാഗ്രാം 2-3 ദിവസം എനിക്ക് അക്കൗണ്ട് ഡിസേബിൾ ആയിരുന്നു. ഒരുപാട് പേരെ മെസ്സേജസ് ഉണ്ടായിരുന്നു. സോ നമുക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അതായത് നമ്മൾ 2-3 ദിവസമായി പ്ലാറ്റ്ഫോമിൽ നിന്ന് മാറി നിൽക്കുന്ന സമയത്ത് നമ്മളെ കുറച്ച് എൻക്വയറി ചെയ്യുന്നത്. സോ ഈ ഒരു ട്രേഡ് നമുക്ക് ഓൾമോസ്റ്റ് ഇപ്പോൾ ടി പി അടിക്കാറായിട്ടുണ്ട്. ഒരു 50 പിപ്സും കൂടെയാണ് നമ്മൾ ടി പി വെക്കുന്നത്. സോ ഇവിടെ നമുക്ക് ഓൾറെഡി ഫ്ലോട്ടിങ് നമുക്ക് നോക്കിയാൽ മനസ്സിലാവും, അറൗണ്ട് $1000 എടുത്തോളം. ഇത് ലൈവ് അക്കൗണ്ട് ആണ് കേട്ടോ, ഇത് ഡെമോ അക്കൗണ്ട് അല്ല കേട്ടോ. നിങ്ങളടുത്ത് ഇവിടെ കണ്ടാൽ മനസ്സിലാവും ലൈവ് എന്നുള്ളത് കാണാൻ പറ്റും. ഓക്കെ, സോ ഇൻസ്റ്റഗ്രാമിൻ്റെ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസിന് അഗെയിൻസ്റ്റ് ആണ് ഈ ഒരു P&Ls ഷെയർ ചെയ്യലും ഫിനാൻസ് ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യലും. അപ്പോൾ നമുക്കൊരു ഇപ്പം തന്നെ എൻ്റെ അക്കൗണ്ട്സ് ഓൾറെഡി ഒരു റെഡ് ഫ്ലാഗിലാണ് കിടക്കുന്നത്. അപ്പോൾ ഇനി തൊട്ടിട്ട് അത് എങ്ങനെയാണ് പുറത്തോട്ട് നമ്മൾ കഴിഞ്ഞ ഒരു 6 മാസമൊക്കെ ആയിട്ട്, 6 മാസം എന്നുള്ളതല്ല, കഴിഞ്ഞ 3 വർഷമായിട്ട് എനിക്ക് എൻ്റെ P&Lസും കാര്യങ്ങളൊക്കെ കാണുന്നതാണ്. സോ ഇനി ഒരു ഡയറക്റ്റ് P&Ls ഒക്കെ പോസ്റ്റ് ചെയ്ത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. സോ എനിവേ നമുക്ക് ഈ ഒരു ട്രേഡ് ടാർഗറ്റ് അടിക്കാനായിട്ടുണ്ട്. സോ ട്രേഡിങ്ങിൽ എനിക്ക് ഏറ്റവും ബോറായിട്ട് തോന്നിയിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ ഈ ട്രേഡ് ഇങ്ങനെ നോക്കിയിരിക്കുന്നത്. അതായത് ഈ ഒരു ടൈമിൽ ഞാൻ എപ്പോഴും സിസ്റ്റത്തിൻ്റെ ഫ്രണ്ടിലായിരിക്കും. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു റിവേഴ്സൽസ് ഒക്കെ ഞാൻ കമ്മ്യൂണിറ്റിയിൽ ഒരുമിച്ച് ട്രേഡ് ചെയ്യാൻ പോകുന്ന ഒരു ഏരിയയും കൂടിയാണ് ഇതിൻ്റെ അടിയത്തെ ഒരു പ്രൈസ് സോണ്. സോ അവിടെ നിന്ന് എന്തെങ്കിലും കൺഫർമേഷൻ കിട്ടി കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ എൻ്റെ സ്റ്റുഡൻസിൻ്റെ കൂടെ ലൈവായിട്ട് ഇരുന്ന് ട്രേഡ് ചെയ്യുന്നതാണ്. സോ ട്രേഡിങ്ങിൽ ഇതുപോലെ നിങ്ങൾക്ക് ഒരു പ്രോഫിറ്റബിൾ ആയിട്ടൊരു സിസ്റ്റം ഒക്കെ ഫൈൻഡ് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എങ്ങനെയാണ് ട്രേഡ് ചെയ്യുന്ന എല്ലാ ബ്രേക്ക് ഡൗൺസും ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. സോ ആ വീഡിയോസ് ഒക്കെ ഒന്ന് കാണാം. എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ പേഴ്സണലി മെസ്സേജ് അയക്കാം. സോ ഇത്തരം വീഡിയോസ് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ട്. സോ നിങ്ങളുടെ കമൻറ്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഡ്രോപ്പ് ചെയ്യാം. ഓക്കെ, സോ ഒരു ട്രേഡ് ടാർഗറ്റ് അടിച്ചിട്ടുണ്ട് കേട്ടോ. നമുക്കിനി ഫ്ലോട്ടിങ് നോക്കുകയെന്നുണ്ടെന്നുണ്ടെങ്കിൽ കണ്ടോ, ഒന്നുമില്ല. ഫ്ലോട്ടിങ് നോക്കുകയെന്നുണ്ടെങ്കിൽ ഒന്നുമില്ല, കംപ്ലീറ്റ്ലി അത് ടാർഗറ്റ് അടിച്ചിട്ടുണ്ട്. സോ അറൗണ്ട് $1085 ആണ് നമുക്ക് ടാർഗറ്റ് അടിച്ചിട്ടുള്ളത്.